മരുഭൂമിയിൽ നിന്ന് അവർ ജെറുസലേമിലേക്ക് മടങ്ങിപ്പോയി. അവർ പട്ടണത്തിലെത്തി തങ്ങൾ താമസിച്ചിരുന്ന വീടിൻ്റെ മുകളിലത്തെ നിലയിലുള്ള മുറിയിൽ ചെന്നു. അവർ പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമിയോ, മത്തായി, ഹെൽപ്പയുടെ പുത്രനായ യാക്കോബ്, തീവ്രവാദിയായ ശിമോൻ, യാക്കോബിന്റെ പുത്രനായ യൂദാസ് എന്നിവരായിരുന്നു. ഇവർ ഏകമനസ്സോടെ യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവന്റെ സഹോദരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. എല്ലാവരുടെയും ഊഴം വന്നു. നറുക്കുകൾ വീണു കഴിഞ്ഞു. യാക്കോബ് സ്പെയിനിലേക്ക്, പത്രോസ് റോമിലേക്ക്, യോഹന്നാൻ എഫേസുസിലേക്ക്. ഹിന്ദുക്കുഷ് പർവ്വതങ്ങൾക്കപ്പുറം പാർത്തിയ, ഗാന്ധാരം, സിന്ധു നദി, ഇന്ത്യ. ഗുരു, നീ അരമക്കുക, തോൽ ചെരുപ്പുകൾ ധരിക്കുക. ജെറുസലേമിന്റെ വളച്ചുവാതിക്കലെത്തുമ്പോൾ ഒരാൾ നിന്നെ സ്വാഗതം ചെയ്യും. കിഴക്ക് ദേശങ്ങളിൽ നിന്നും പട്ടും മൺപാത്രങ്ങളും ശേഖരിക്കുന്ന വ്യാപാരി ആബ. കൊട്ടാരത്തിന്റെ പുനർനിർമ്മാണങ്ങളിൽ നീ പങ്കാളിയാണ്. ഗലീലയിലെ വാസ്തുനിർമ്മാണ കളിയിലുള്ള നിന്റെ നൈപുണ്യം നിനക്ക് തുണയായിരുന്നു. നിന്റെ ഉള്ളിൽ ഞാൻ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, രാജാധിരാജൻ, ധർമ്മപരിപാലകൻ, ഗുണ്ടഫറസ് രാജാവ് നീണാൾ വാഴട്ടെ. രാജാധിരാജൻ, നീണാൾ വാഴട്ടെ. ധർമ്മപരിപാലകൻ, നീണാൾ വാഴട്ടെ. ഗുണ്ടഫറസ് രാജാവ്, നീണാൾ വാഴട്ടെ. ഗുണ്ടഫറസ് രാജാവ്. നീണാൾ വാഴട്ടെ. നമുക്കെന്ന സന്തോഷത്തിന്റെ സുദിനം നമ്മുടെ കൊട്ടാരത്തിന്റെ നിർമ്മാണം പൂർത്തിയായി. മനോഹരമായ ഈ നിർമ്മിതിയുടെ മഹാശില്പി ജെറൂസലമിൽ നിന്നും ഇപ്പോൾ നമ്മുടെ ദേശത്തെത്തി നിങ്ങൾക്കെല്ലാം സുപരിചിതനാണ്. ദിദിമോസ് തോന്നി മഹാത്മാ അദ്ദേഹത്തെ ആനയിക്കും. അദ്ദേഹം ഉടനെ തന്നെ സ്വന്തം രാജ്യത്തിലേക്ക് മടങ്ങുമെന്ന് അറിയിച്ചു. സ്വാഗതം മഹാ. അങ്ങേക്ക് ക്ഷേമമില്ലേ? മനോഹരമായ കൊട്ടാരത്തെപ്പോലെ സ്വർഗത്തിലും വലിയൊരു പാർപ്പിട സമുച്ചയം ഒരുങ്ങിക്കഴിഞ്ഞു. അമ്മയുടെ സഹജീവികളോടുള്ള കരുണയാലും ദയാവായ്പിനാലും അങ്ങ് സ്വർഗത്തിലും അവകാശിയായിരിക്കും. അങ്ങയുടെ ഗുരുവിന്റെ വചനങ്ങൾ, സന്ദേശങ്ങൾ, അത്ഭുതങ്ങൾ പാർത്തിയായുടെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും സംസാര വിഷയമായി അല്ലേ? അതേ മഹാരാജൻ, അലക്സാണ്ട്രിയ മുതൽ ചീനദേശത്തേക്ക് പോകുന്ന പട്ടുപാതകളിൽ, വാണിജ്യ കേന്ദ്രങ്ങളിൽ കാറ്റുപോലെ വാർത്തകൾ പരത്തുന്നു. ഗുരുവിന്റെ സന്ദേശം നിത്യരക്ഷയിലേക്കുള്ള മാർഗമാണ്. അങ്ങത്രയും തിടുക്കത്തിൽ തിരിച്ചു പോകാൻ മഹാരാജൻ, ജെറുസലേമിൽ ആദ്യമായി വിശ്വാസികളുടെ കൂട്ടായ്മ ചെയ്തു. എന്നെപ്പോലെ പ്രേക്ഷിത പ്രവർത്തനത്തിന് പോയ സഹോദരന്മാരെല്ലാം ഒരുമിച്ചു പോയി. ആദ്യത്തെ സുനഹദോഷം. ഓ ശരി, മംഗളം ഭവിക്കട്ടെ. മഹാശക്തി, വീണ്ടും അങ്ങ് മഹാനഗരത്തിലേക്ക്
ഇല്ല, ഇന്ത്യയുടെ തെക്കൻ തീരത്തേക്ക് പോകണം. മലബാർ തീരം. മഹാത്മാ, ദാ അങ്ങ് മരണത്തിൽ നിന്നും ജീവിതത്തിലേക്ക് ഉയർപ്പിച്ച എന്റെ സഹോദരൻ നാം അന്നും ഓർക്കുന്നു. കടുത്ത സംഖ്യയാൽ ഗാദ് മരണശൈലിയിലായി. രാജ്യത്തിനകത്തും പുറത്തുമുള്ള വിശ്വസ്വരന്മാർ പരാജയപ്പെട്ടു. അങ്ങ് അങ്ങയുടെ ഭാഷയിൽ എന്തോ ഉച്ചരിച്ചു. തൽക്ഷണം കുമാരൻ സൗഖ്യം പ്രാപിച്ചു. ഞാനപ്പോൾ എൻ്റെ ഉള്ളിലെ ക്രിസ്തുവിനെ കണ്ടു. ഗുരു പറഞ്ഞു, ഞാൻ പലസ്തീനായിൽ ജെറൂസലേം വീട്ടിൽ ചെയ്തതുപോലെ സമയമായിരുന്നു. അതെ, സമയം വന്നിരിക്കുന്നു. ഗുരുശ്രേഷ്ഠ, യാത്രാപഥമായ പട്ടുപാതയിലൂടെ പലസ്തീനെത്താൻ മാസങ്ങളെടുക്കുന്നു. ശരിയാണ്. ഗാദിനെ കുറിച്ച് പറയാനുള്ളത് അവൻ തക്ഷശിലയിൽ ഗവേഷണത്തിലാണ്. ഇന്നലെയാണ് എത്തിയത്. ലോകത്തിലെ സകല വിജ്ഞാനങ്ങളുടെയും ഫലമാണ് തക്ഷശില. സർവകലാശാല. കുമാരൻ ഭൂമിശാസ്ത്രത്തിലും ചരിത്രത്തിലും പാണ്ഡിത്യം നേടുകയാണ്. ഗുരുവേ, അങ്ങക്ക് ഹിതമെങ്കിൽ ഞാനൊരു നൂതനമാർഗം പരിചയപ്പെടുത്തണം. സന്തോഷം. ഭൂപടങ്ങൾ കൊണ്ടുവരൂ. ഈ അടുത്ത കാലത്ത് കടൽക്കാറ്റുകളെ കുറിച്ച് വലിയ പഠനങ്ങളാണ് നടക്കുന്നത്. ചൈനയിലേക്ക് എത്തുന്ന കടൽ മാർഗം കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇത് തക്ഷശിലയുടെ പടിഞ്ഞാറൻ തീരത്തുള്ള ബാലികാസ്ഥാനം. ഇവിടെ നിന്നും പായ്ക്കപ്പലിൽ അങ്ങേക്ക് ചെങ്കടൽ കടന്ന് പാലസ്തീനയിലെത്താം. നോക്കൂ സ്വാമി, ഇനി അങ്ങ് ഈജിപ്ത് വഴി ഇന്ത്യയിലേക്ക് തിരിക്കുമ്പോൾ ഇവിടെ ചെങ്കടൽ കടന്ന് പേർഷ്യൻ ഉൾക്കടലിലൂടെ തെക്ക് പടിഞ്ഞാറൻ കാറ്റിൽ ഇവിടെ എത്തണം. ഇതാണ് ഉജിരി. ഗ്രീക്ക് ഭാഷയിൽ ഉസിരിസ്. ചേര രാജാക്കന്മാരുടെ സാമ്രാജ്യം. മലബാർ തീരം, ഇതിനു മുകളിൽ കൊങ്കണ തീരം. ഈ മുനമ്പ് കടന്നാൽ കിഴക്ക് കോറമണ്ഡലം, അവിടെയാണ് നിലമ്പൂർ. ചെങ്കടൽ തീരത്ത് നിന്ന് മൺസൂൺ കാറ്റുകളുടെ സഹായത്താൽ അങ്ങേക്ക് വെറും 42 ദിവസം കൊണ്ട് മലബാർ തീരത്തെത്താം. അതുമാത്രമല്ല, അങ്ങയുടെ വംശത്തിൽപ്പെട്ട നിരവധി സഹോദരങ്ങളും അവിടെയുണ്ട്. സോളമൻകാരൻ മുതൽ. നാമും നമ്മുടെ പ്രജകൾ അങ്ങയെ എന്നും സ്മരിക്കും. പാർട്ടിയായ ഈ എളിയ ഉപഹാരം സ്വീകരിച്ചത്. ഗുരു, ഇതെനിക്കും. തക്ഷശിലയിൽ തിരിച്ചെത്തുമ്പോൾ പുതിയ ഗവേഷണങ്ങൾക്കും യാത്രകൾക്കും ഇത് ഉപകരിക്കട്ടെ. ഇസ്രായേൽ ഗോത്രത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുക്കലേക്ക് നിങ്ങൾ പ്രധാനമായി പോകുന്നു. നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുക. രോഗികളെ സുഖപ്പെടുത്തുക, പിശാചുക്കളെ പുറത്താക്കുക. നിങ്ങൾക്ക് സൗജന്യമായി കിട്ടി, നിങ്ങൾ സൗജന്യമായി കൊടുക്കുക. നിങ്ങളുടെ മനുഷ്യകളിൽ പൊന്നോ വെള്ളിയോ ചെറുപ്പോ വഴിക്ക് കാണണമോ, 2 കുപ്പായങ്ങളോ ചെരുപ്പുകളോ വടിയോ കരുതരുത്. എന്തെന്നാൽ വേലക്കാരൻ തന്റെ ആഹാരത്തിന് അർഹനാണ്. ഇതാ സമയം സമാഗതമായി. ഞാൻ പാഥ്യരാജ്യത്തിനുണ്ട് തുടർന്നു. നന്ദി മഹാരാജൻ, നന്ദി മഹാമന്ത്രി, നന്ദി കുമാരൻ. ഗാന്ധാരദേശത്തെ പ്രിയ ജനങ്ങളെ, എന്നെ ശ്രദ്ധിച്ചതിനും എന്റെ മാർഗം ശ്രദ്ധിച്ചതിനും നന്ദി. സ്വയം അറിയുക വഴിയാണ് ഒരുവൻ ദൈവരാജ്യത്തിന് അവകാശിയാകുന്നത്. ജീവിക്കുന്ന ദൈവത്തിൻ്റെ